പ്ലീസ് നോക്കൂ, കണ്ടോ? പ്രണവ്, നിവിൻ, ഈ 3 പേരില്ലെങ്കിൽ ഈ സിനിമ ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നു. അപ്പോഴും ഇവന്റെ പേര് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞെളിഞ്ഞ് ഞാൻ ഇരിക്കുകയാണ്. ഒരാള് 3 പടം ഒരുമിച്ച് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല. അത്ര ഞാൻ കാള വാല് പൊക്കിയപ്പോഴേ ഞാൻ കരുതിയതാ അത് നിന്റെ തലയിൽ ചാണകം ഇടാനായിരിക്കും. വേറെ ആര് പറഞ്ഞാലും മലയാള സിനിമ ഇൻഡസ്ട്രിയില് നീ അത് പറയാൻ പാടില്ല. കല്യാണി പ്രിയദർശൻ പറ. കല്യാണി ഇങ്ങനെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. ഞാൻ മാത്രല്ല, ശംഖുമാമൻ അറിഞ്ഞു, പിന്നെ പലരും അറിഞ്ഞു വരുന്നു, അറിയാത്തവരൊക്കെ അറിയിച്ചോണ്ടിരിക്കുന്നു. നല്ല കഥ പറയാം. നമുക്ക് ഡീലെത്താം. എങ്ങനെയുണ്ട്? അതായത് 50-50. ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. 7000 സ്ക്വയർ ഫീറ്റ് എന്റെ അച്ഛൻ്റെ വീട്ടിലാണ്. അത് അച്ഛൻ സ്വത്ത് പാർട്ടീഷൻ കഴിഞ്ഞ് എനിക്ക് തരാന്ന് പറഞ്ഞു. ചില സെറ്റിൽമെന്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു. സത്യാവസ്ഥ അറിയാനൊരാശ. കേട്ടതൊക്കെ ശരി തന്നെയാ. ബില്ല് എഴുതി രജിസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഒറ്റ ചവിട്ട് വെച്ചോ കൂടെ ഒന്ന് വേല വെക്കുന്ന പുല്ലേ. കഷ്ടപ്പാടൊന്നുമില്ലായിരുന്നു ടൈറ്റിൽ. ഒരു സീനില് മാത്രം 2 സീൻ ഞാൻ കണ്ടിട്ടുണ്ട് കഷ്ടപ്പെടുന്ന പുള്ളി. ഇവന്റെ എല്ലാരും വരണം നമുക്ക് നിർബന്ധമായിരുന്നു അല്ലേ? എത്ര വർഷം കല്യാണോ? നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എന്നെ പോയി ട്രീറ്റ് ചെയ്ത രീതിയിലല്ല ഇവനെ ട്രീറ്റ് ചെയ്തത്. ഇവര് വളരെ മോശം ട്രീറ്റ് ഫുഡ് പോലും കൊടുക്കാറില്ല. വേണ്ട സാറേ, കൂൾ ഡൗൺ. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. സ്നേഹം തൊട്ട് തൊട്ട് തരുമോ കനവിൽ മുട്ടി മുട്ടി നീ